അതിന് കാൽപ്പാട് കൊണ്ടുവരാ എന്റെ അമ്മേ. അതിന് ഇഷ്ടം പോലെ ഉണ്ട്. നിന്റെ ഫ്രണ്ടിലോട്ടൊരു മയില് പറഞ്ഞിട്ടില്ലേ? They say jobs fill your pockets, but adventures fill your soul. ചില യാത്രകൾ അങ്ങനെയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ എന്തോ ഒന്ന് ആ വഴികളിൽ നമുക്ക് കരുതി വെച്ചിട്ടുണ്ടാകും. From the coastal vibes of Kannur to the misty hills of Chikmagalur. കൂട്ടിന് കുറച്ച് നല്ല സുഹൃത്തുക്കളും പിന്നെ ഈ 2 ചക്രങ്ങളും ഉണ്ടെങ്കിൽ life is just beautiful. So take a deep breath and let's start the journey. ജൂലൈ 8 രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് മൺസൂണാണ് ബെസ്റ്റ് ടൈം കേരളത്തിൽ നിന്ന് റൈഡ് ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ചിക്മംഗ്ലൂരാണ്. ആൻഡ് ഇറ്റ്സ് 261 കിലോമീറ്റേഴ്സ് ഫ്രം കണ്ണൂർ. ഞങ്ങളുടെ കൂടെയുള്ളത് 3 ബൈക്സ്, ഒരു അഡ്വഞ്ചർ 390, എൻ്റെയും കൂടി 2 അഡ്വഞ്ചർ 390 ആൻഡ് ഒരു ഹിമാലയൻ. നല്ല മഴ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പോകുന്നുണ്ടായത്, അതുകൊണ്ട് ഫുള്ളി ഗീഡപ്പായിരുന്നു. ആൻഡ് റോഡ് കാണാമല്ലോ, നല്ല അടിപൊളി റോഡായിരുന്നു. പക്ഷെ നമുക്കൊന്നൊരു വിഷയമല്ല, നമ്മൾ സാഡിൽ ചെയ്ത് അടിച്ച് പൊളിച്ചാണ് പോകും. ഫോറസ്റ്റ് ഏരിയ വന്ന് ഒന്നും നോക്കാനില്ല. ഇവിടെ കുറച്ച് ഹമ്പ് ഉണ്ട്, പക്ഷേ ഹമ്പും നമ്മൾ പറക്കും. ഈ ചെക്ക് പോസ്റ്റ് നേരെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ആൻഡ് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിക്മംഗ്ലൂരിലേക്ക് പോകുന്നത്. ഹസനും ഈ വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ടാവോ? ആ അല്ലേ? ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് നമ്മൾ 3ാമത്തെ മെമ്പറായ ബിസാന്ത് ബ്രോനെ കാണാനുണ്ടായില്ല. അപ്പോൾ അവൻ നമ്മളെ പാസ്സാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ബാക്കിൽ തന്നെ ഉണ്ട്, പാസ്സാക്കിയിട്ടില്ല. അവന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പിൽ കിട്ടുന്നുണ്ട്. ഞാനും ചിലപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ആവും വീഡിയോ. അല്ല ഞാൻ എൻ്റെ ആണോ? എവിടെ വെറും വാഗ്ദാനം. ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഹിമാലയൻ ടാസ്ക്കാണെന്ന് പിന്നെയല്ലേ മനസ്സിലാക്കുന്നത് നമ്മൾ. ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അഥവാ നമ്മൾ ഫ്രണ്ടിലാണ് ഡീവിയേഷൻ നിർത്തിക്കോളാം. ഓക്കെ, അപ്പോൾ സന്തോഷ വാർത്ത, നമുക്ക് അഭിശാന്തിനെ വീണ്ടും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 40 കിലോമീറ്റേഴ്സ് നമ്മൾ മുമ്പോട്ടേക്ക് പോയപ്പോഴത്തേക്ക് മച്ചാൻ നമ്മൾ പിടിച്ചു. ഇപ്പോൾ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, മാപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഹോൾഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം റൈഡ്. സോ അബൌട്ട് റൈഡ്, അതിൻ്റെ ഡെസ്റ്റിനേഷനെക്കാട്ടി അതിൻ്റെ ബ്യൂട്ടി അതിൻ്റെ ഒരു ജേണിയാണ്. ആൻഡ് വെൻ യു ഹാവ് കമ്പനി, ആ ഒരു ഫീലിംഗ് അടിപൊളിയാണ്. അതിങ്ങനെ ചുമ്മാ പറക്കുന്നൊക്കെ കാണുന്നല്ലേ, അടിപൊളി. ആ മറ്റേ പുഴേൻ്റെ സൈഡിലുള്ള റോഡ് എന്ത് അടിപൊളിയല്ലേ? ഇങ്ങനെയുള്ള റോഡില്ലേ പുഴ ഇങ്ങനെ സൈഡിലോട്ട് പോകാൻ. സോ ഈ കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞു, നല്ല സീനിക് റൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിക്മംഗ്ലൂർ ടൗണിലേക്ക് തന്നെ എൻ്റർ ചെയ്യാൻ പോകണം. ചിക്മംഗ്ലൂർ ടൗൺ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ഉച്ച സമയമായതുകൊണ്ട് ചൂട് ചെറുങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ ചെറുങ്ങനെ ഡ്രിസിൽ ചെയ്യുന്നതുകൊണ്ട് അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കൂടി വരാനുണ്ട്. മേ ബി വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വണ്ടികളുണ്ടായിരുന്നു, കാറുകളുടെ ഒരു നീണ്ട നിര. ബൈക്സ് ആയതുകൊണ്ട് നമ്മൾ കയറിപ്പോയി. സോ ഓരോ വണ്ടിക്കും 10 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നുണ്ടായത് കയറാൻ വേണ്ടി. കാർസിൻ്റെ റേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആൻഡ് അവിടെ നിന്ന് നമ്മൾ വീണ്ടും അകത്തോട്ട് കയറി. നമ്മൾ സ്റ്റേ കുറച്ച് അകത്തോട്ടാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഒരു ഓഫ് റോഡ് റൈഡൊക്കെ പോകുമ്പം സിറ്റിയിലുള്ള സ്റ്റേ ഒന്നും നമ്മൾ എടുക്കില്ല, നമ്മൾ അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചൊരു സ്റ്റേ ആണ്. സോ വി വർ സ്റ്റേയിങ് അറ്റ് സിൽവർ ഓക്ക് ചിക്മംഗ്ലൂരിന് കുറച്ച് അകത്തോട്ട് പോകാനുണ്ട്. ആൻഡ് അതിൻ്റെ കൃത്യമായിട്ടുള്ള റൂട്ടൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഗൂഗിൾ മാപ്സ് അവിടം വരെ എത്താൻ ചാൻസ് ഇല്ല. സോ അത്യാവശ്യം ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്, ബാക്കി നമുക്ക് നോക്കാം. അവിടെ എത്താൻ ഇൻസ്ട്രക്ഷൻസ് അയച്ചിട്ടുണ്ട്. ചിക്മംഗ്ലൂർ ഇൻ മൺസൂൺസ് ബ്യൂട്ടി ആയിരുന്നു. കാടുകളും മൺസൂണിലിങ്ങനെ ലഷ് ഗ്രീനായിട്ട് ചുറ്റും അരുവികളും ആ ഒരു കിളികളുടെ സൗണ്ടും. റൈഡ് നെക്സ്റ്റ് ലെവലായിരുന്നു. ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് അറിഞ്ഞു പോലുമില്ല, അതിന് മുമ്പേ നമ്മളിങ്ങനെ ഡിസ്റ്റൻസ് കവർ ചെയ്യായിരുന്നു.
ബോർഡൊന്നും ഇല്ലല്ലോ. ഗൂഗിൾ മാപ്പിൽ കാണിച്ച റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു വൈറ്റ് ഗേറ്റ് കാണും. അതാണ് നമ്മളെ ലാൻഡ് മാർക്ക്. ആ വൈറ്റ് ഗേറ്റും കൂടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി വി ഫൗണ്ട് ദ വൈറ്റ് ഗേറ്റ്. ആ വൈറ്റ് ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ വി ആർ ഇൻസൈഡ് ദ പ്രോപ്പർട്ടി. ആൻഡ് പ്രോപ്പർട്ടി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു വാട്ടർ ക്രോസിങ്ങെല്ലാം കാണുമ്പം ഉള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാട്ടർ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി. ഞങ്ങൾ റൈഡർ ഗ്രൂപ്പിലുള്ളൊരു ഫ്രണ്ട് ത്രൂ ആണ് ഞങ്ങൾ ഈ പ്രോപ്പർട്ടീനെ പറ്റി അറിഞ്ഞത്. ആൻഡ് ഐ ഡോണ്ട് നോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നറിയില്ല. ബട്ട് മൺസൂൺസിൽ മസ്റ്റ് വിസിറ്റ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇറ്റ് വാസ് പ്രിറ്റി ചീപ്പ്. ഞങ്ങൾ 3 പേര് ഒരു റൂമിലാണ് സ്റ്റേ ചെയ്തത്. ഐ എക്സാക്ട്ലി ഡോണ്ട് റിമെമ്പർ എത്രയായിരുന്നു ഞങ്ങളന്ന് പേ ചെയ്തിരുന്നു. ബട്ട് ഇറ്റ് വാസ് അഫോർഡബിൾ. ഒരു 6-7 hours ജേർണിക്ക് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഡേ 1 നമ്മളിവിടെ തീർക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഡേ നമുക്ക് ഫുൾ എനർജി വേണം. ഞങ്ങൾ ഓഫ് റോഡ് പോകാൻ പോവാണ്. ഇവിടെ കുറച്ച് ദിവസം ചില്ല് ചെയ്ത് ലെറ്റ്സ് മീറ്റ് ഓൺ ഡേ 2. ആൻഡ് ഒഫീഷ്യലി ഞങ്ങൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളെ പ്രോപ്പർട്ടീൻ്റെ അകത്ത് തന്നെ ഒരു ഓഫ് റോഡ് സ്പോട്ട് ഉണ്ടെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗേറ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് അല്ലേ പറഞ്ഞാൽ? ഇതല്ലേ ഗേറ്റ്? വേറെ ഗേറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതല്ലേ ഒറ്റ ഗേറ്റില്ലുള്ളൂ? മുമ്പിൽ വേറെ ഗേറ്റ് ഇല്ലല്ലോ. അല്ലല്ല, വേറൊരു ഗേറ്റും കൂടി ഇല്ലേ? പുറത്തിറങ്ങിയ ഗേറ്റ് ഇല്ലേ? അവിടെ ഒരു ഗേറ്റ് ഇല്ലേ? അവിടെ നിന്ന് ലെഫ്റ്റാ? നീ പോകുന്നില്ലേ? ചെറിയ വാർണിംഗ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീൻ്റെ അകത്ത് ആനയുണ്ട്, ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് കോഷ്യസ് ആയിട്ട് പോയിക്കോ എന്നുള്ളൊരു വാർണിംഗും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനം മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ല ഈ റോഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ മാപ്സും ഒന്നും വർക്ക് ചെയ്യില്ല ഇവിടെ. ബട്ട് ഒരു ഫോറസ്റ്റിലോട്ടൊരു റോഡാണ്, ഞങ്ങൾക്കൊന്നും ചിന്തിക്കാനില്ല, അടിച്ചങ്ങ് പോവുകയാണ്. ബ്രോ വഴി ഓർമ്മിക്കണേ, വഴി ഓർമ്മിക്കണം, വഴി ഓർമ്മിക്കണം, വഴി. പോകുന്ന വഴി നമുക്കൊന്ന് ബാക്ക് ട്രാക്ക് ചെയ്യണം. തിരിച്ച് ഞങ്ങൾക്ക് ഇതേ വഴിയാണ് തിരിച്ച് വരേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാനൊരു കോഷൻ കൊടുത്തത്, വഴി ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഗോപ്രോ ഫുട്ടേജിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, പക്ഷേ റോഡിന് നടുക്കൊരു മയിലുണ്ടായിരുന്നു. ആ മയിലിനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു തന്നെ. We were having a lot of fun. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. ഏതോ കാട്ടിനകത്ത് ഏതോ നാട്ടിൽ ഇങ്ങനെ പോവുകയാണ്. ആ ഒരു ഫീൽ, അത് ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ ഞങ്ങൾ ഈ കാട്ട് കയറിയിട്ട് ഓൾമോസ്റ്റ് ഒരു 5 kilometers ആയി അകത്തോട്ട് പോകുന്നു. ഇതുവരെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ആകെ കൂടെ കാണുന്നത് പക്ഷികളും മൃഗങ്ങളും മാത്രം. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല. എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോകാം എന്നുള്ളൊരു മൈൻഡിലാണിപ്പം എല്ലാവരും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹിൽ ഡിസെൻറ്റാണ്. ഞങ്ങളിങ്ങനെ മുമ്പോട്ടേക്ക് പോയിട്ട് ഓരോ കർവ് എടുക്കുമ്പോഴും നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആനേൻ്റെ കാര്യം ഇപ്പോഴും ബാക്ക് ഓഫ് ദ ഹെഡ് എല്ലാവരും ഉണ്ട്. പക്ഷേ നമ്മൾ കോഷ്യസ് ആയിട്ട് മുമ്പോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തിരിക്കുക, ഒറ്റ വിടല കേട്ടോ. ആ സാധനം കണ്ട് കാട്ടു പശുവല്ലേ? മയില് പറക്കുന്നുണ്ടാ? മയില് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിന്റെ ഫ്രണ്ടിലോട്ടൊരു മയില് പറഞ്ഞിട്ടില്ലേ? അത്യാവശ്യം തള്ളലും കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് റോഡ് കണ്ടു. അത് കണ്ടിട്ട് താഴേക്ക് പോകണോ എന്നൊരു മൈൻഡ് വന്നു. പിന്നെ വെച്ച് വേണ്ട, നേരെ തന്നെ പിടിക്കാം. അതാണ് ഇപ്പോൾ കണ്ടത്. ഒരു വഴി താഴേക്ക് പോകുന്നു. കുറച്ചും കൂടി ദൂരം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു വഴി കണ്ട് മനസ്സ് ചഞ്ചലമായി. പക്ഷേ ഫ്രണ്ട്സ് നേർ വഴിക്ക് നയിച്ചു. സ്ട്രൈറ്റ് പോവല്ല, താഴേക്ക് പോകണ്ടല്ലോ. വാ വിട്ടോ.
ആരോ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ പച്ചയാം വിരിയിട്ട വനഭൂമിയിൽ പ്രകൃതി തൻ മടിയിൽ ഞാൻ ലയിക്കട്ടെ. എനിക്ക് തോന്നിപ്പോവും ഈ കാട്ടിനകത്തോട്ടേക്ക് പോകുമ്പോൾ. സോ ഞങ്ങൾ പാണ്ടറവല്ലി മുള്ളൻഗിരി റോഡ് അതിൻ്റെ താഴെയുള്ള ഏതോ ഒരു കാട്ടിനകത്താണ് ഞങ്ങളുള്ളത്. ഇതിൻ്റെ അകത്ത് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു അൺസർട്ടനിറ്റിയാണ് ഒരു അഡ്വെഞ്ചർ ഫാക്ടറായിട്ട് എനിക്കെപ്പോഴും തോന്നാറ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോൺഫിഡൻസ് പറയുന്നത് നമ്മുടെ വണ്ടിയും പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് എന്തിനേയും നമുക്ക് ഓവർകം ചെയ്യാം. സോ ലക്ഷ്യമില്ലാത്ത ലക്ഷ്യസ്ഥാനം നോക്കി നമ്മളിത് കാട്ടിനകത്തോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ വണ്ടി പോയ വഴിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ നമുക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ താഴോട്ടിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വരെ പോകുമെന്നറിയില്ല, വീണ്ടും പോയി നോക്കാം. ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പം കൃഷ്ണേന്ദു ബ്രോ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ലെഫ്റ്റിലേക്ക് നോക്കുന്നത് കണ്ടത്. എന്താ സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല. അത് വെള്ളമല്ല, ആന കയറി പോയതാ. മുമ്പോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് തിരിച്ചു. അത് ഇതാനയാ അതാ കാൽപ്പാട്ടതാ. എൻ്റെ അമ്മയാ. സോ നമ്മൾ ഈ താഴേക്ക് ഇറങ്ങി വന്ന വഴിയിലൂടെ ഒരു ആന കുറച്ച് മുമ്പേ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് താഴേക്കുള്ള കേർവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനേനെ കാണാൻ പറ്റും എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളിങ്ങനെ തിരിക്കാനുള്ളൊരു തീരുമാനം എടുത്തത്. ആൻഡ് ഈ ഒരു അവസ്ഥയിൽ ആന മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. വണ്ടി തിരിക്കാൻ പോലും ഭയങ്കര പണിയുള്ളൊരു സ്ഥലമായിരുന്നു. ഫുൾ സ്ലഷായിരുന്നു ഇവിടെ. സോ ഒന്നും നോക്കാനില്ല, തിരിക്കുക, അതായിരുന്നു നമ്മുടെ മുമ്പിൽ ലക്ഷ്യം. എന്റെ ബ്രോ, അതിന്റെ കാൽപ്പാട് കൊണ്ടിരാ. എന്റെ അമ്മേ, അനച്ചൂരടിച്ച. ഓ ഫക്ക്. സാരിക നടന്നു പോകുന്നായിരിക്കുമല്ലേ. അത് കൺഫേമോ? കാൽപ്പാട് കണ്ടിട്ടില്ലേ? തിരിച്ചുവിടാ. സോ അങ്ങനെ ഒരു ഇവൻറ്റ് ഫുൾ ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ഡേ. ആൻഡ് നെക്സ്റ്റ് കാഴ്ചകൾ വിൽ ബി ഇൻ എപ്പിസോഡ് 2. താങ്ക് യു.